ബസ്സിൽ കയറുമ്പം ബസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതി കാണിക്കൂലേ പുകവലി പാടില്ലാന്ന്? അതെ, നോ സ്മോക്കിംഗ്. ഇങ്ങനെ പറയുന്നതിന് കാരണം ചിലപ്പോൾ ഈ പുകയെല്ലാം അടിച്ച് ഈ യാത്രക്കാർക്ക് വേറെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനാണോ? അല്ല. എങ്കിൽ പിന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഒത്തിരി കാര്യം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു അറിവുകൾ. ഒരറിവും ചെറുതല്ല. സ്മാർട്ട് സിസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിറ്റു. ഞാൻ ടിറ്റു. സ്വാതന്ത്ര്യം കിട്ടി ഏതാനും മാസം കഴിഞ്ഞ്, കൃത്യമായി പറഞ്ഞാൽ മെയ് 10 നടന്ന ആ ദുരന്തം പൊൻകുന്നത്തെ മുതിർന്ന തലമുറ ഇന്നും ഞെട്ടലോടെ മാത്രം ഓർമ്മിക്കുന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്ത് ഇന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഇരിക്കുന്ന സ്ഥലം അന്ന് AMS ബസ്സുകാരുടെ ബുക്കിംഗ് ഓഫീസായിരുന്നു. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും ട്രിപ്പുകൾ തുടങ്ങുന്നതും അവിടെ നിന്നായിരുന്നു. അന്നൊക്കെ ടിന്നുകൾ നിറച്ചുകൊണ്ട് വന്നായിരുന്നു ബസ്സിലെ ടാങ്കിൽ പെട്രോൾ നിറച്ചിരുന്നത്. അപ്പൊ തൊട്ടടുത്ത് പാക്ക് കച്ചവടക്കാരന്റെ സ്ഥലവും അത് ഉണക്കുന്ന സ്ഥലവുമായിരുന്നു. ബസ്സിനുള്ളിൽ കൂടെയാണ് പെട്രോൾ ടാങ്കിൽ നിറയ്ക്കുന്നത്. അന്ന് ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന ബസ്സിൽ നിറയെ ആളായിരുന്നു. പെട്രോൾ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന കിളി ആരും തീപ്പട്ടി ഉരച്ച് ബീഡി കത്തിക്കരുത് എന്ന് സ്ഥിരം പറയും. അന്നും പറഞ്ഞു. ഒരു മുഴുക്കുടൻ അതൊന്നും വകവച്ചില്ല. ഓടാവൂല്ലെന്ന് പറഞ്ഞ് അയാൾ അപ്പോൾ തന്നെ തീപ്പട്ടി ഉരച്ചു. നിമിഷം കൊണ്ട് ബസ് ആളിക്കത്തി. മുല കുടയ്ക്കുന്ന കുഞ്ഞും അമ്മയും വിരുന്നിന് പോകാൻ ഇറങ്ങിയ ദമ്പതികൾ എന്നിവരെല്ലാം തന്നെ മിനിറ്റുകൾക്കുള്ളിൽ വെന്ത് കരിഞ്ഞുപോയി. പുരുഷൻ എന്നൊരാൾ 10-12 പേരെ വലിച്ചിറക്കി രക്ഷപ്പെടുത്തി. അവസാനത്തെ സ്ത്രീയെയും മുല കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെയും രക്ഷിക്കാനിരിക്കെ ബോധരഹിതനായി ആ മനുഷ്യൻ ഫുട്ബോളിൽ വീണു മരിച്ചു. കത്തിക്കഴിഞ്ഞ മനുഷ്യരൂപങ്ങൾ പല്ലിളിച്ചിരിക്കുന്ന കാഴ്ച വളരെ കാലത്തേക്ക് നിരവധി നാട്ടുകാരുടെ പേടി സ്വപ്നമായി മാറി. അന്നത്തെ തിരുവിതാംകൂർ മന്ത്രിയായിരുന്ന ശ്രീ TM വർഗീസ് അപകട സ്ഥലം സന്ദർശിച്ചു. പിന്നീട് സർക്കാർ ബസ്സിൽ പുകവലി പാടില്ല എന്ന് ബോർഡ് വെക്കണം എന്ന നിയമം കൊണ്ടുവന്നു. അപ്പൊ ഈ ബസ്സിനുള്ളിൽ പുകവലി പാടില്ല എന്നുള്ള ബോർഡ് വെച്ച് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വ്യത്യസ്തമായ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. അപ്പോൾ ഇനിയും നല്ല വ്യത്യസ്തമായ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. Till then, bye. ബസ്സിൽ കയറുമ്പം ബസ്സിൽ കാണിക്കൂലേ പുകവടി തുടങ്ങുന്നതും അവിടെ നിന്നായിരുന്നു. ട്രിപ്പ് തുടങ്ങി. ഇതാണ്ടേ പോന്നു. ബസ്സിനുള്ളിൽ കൂടെയാണ് പെട്രോൾ ടാങ്കുകൾ നിറയ്ക്കുന്നത്.